ഞാൻ മൂസിമ്പില, കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. പഠിച്ച് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടാണ് ഞാൻ 2021 ബാച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ കുറേ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജോലികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ കണ്ടുപിടിച്ചാണ് ECMൻ്റെ ഇതൊക്കെ. ECMനെ അതിനെപ്പറ്റിയുള്ളതൊക്കെ ഇപ്പം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയാണ് ഭദ്രേനെ പറ്റി. അത് ഇൻ്റർനെറ്റിൽ നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് ഞാൻ ഇവിടുത്തെ യോഗി സാറിനെയാണ് കോൺടാക്ട് ചെയ്തത്. യോഗി സാർ അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എങ്ങനെയാണ് എല്ലാം എന്തൊക്കെയാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ നോർമലി ഞാൻ വേറെ സ്ഥലത്ത് പേര് പറഞ്ഞില്ല, വേറെ സ്ഥലത്ത് ഞാൻ കൊടുത്തപ്പോൾ അവർ അക്കോമഡേഷനും കാര്യങ്ങളൊന്നും സെറ്റ് ആയിരുന്നില്ല. ഇവിടെ എല്ലാം കറക്റ്റ് അവർ എല്ലാം സെറ്റ് ചെയ്തു, നിൽക്കാനുള്ളതും എല്ലാം. അത് മാത്രമല്ല പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്ന സാറിന് പറഞ്ഞാൽ ഈഗോ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മുമ്പ് വേറെ കോഴ്സിന് പോയിട്ടുണ്ട്. അവിടെ ചോദിക്കുമ്പോൾ പല ഈഗോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഡിഗ്രിയുടെ ഇതൊക്കെ വെച്ചിട്ട് ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റ് പറഞ്ഞു തരുന്നു. ലൈക്ക് എല്ലാം എനിക്കാണെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പം ഇവർ എല്ലാം ഫുള്ളി ടു ബേസിക് തൊട്ട് മേളിൽ വരെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരും ഫുള്ളി കാര്യങ്ങളെല്ലാം. പിന്നെ ഞാൻ 1 മാസം കഴിഞ്ഞിപ്പം ട്രെയിനിങ് കഴിഞ്ഞിപ്പം ആദ്യം തിയറി സെക്ഷനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. കാര്യങ്ങൾ എല്ലാം നോക്കി. ഇനിയിപ്പോൾ അടുത്ത ട്രെയിനിങ് ഉണ്ട്. ഇപ്പം ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് അവരുടെ കൂടെ തന്നെ ഇവിടുത്തെ അതിൻ്റെ എക്സ്പേർട്സിൻ്റെ കൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്ത് പഠിക്കാം. പിന്നെ ECMൻ്റെ റിപ്പയറിങ് അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പം 2-3 എണ്ണമാണ് കാണിച്ചത് മെയിൻലി ടോപ്പായിട്ട്. അതിൽ ഏറ്റവും റേറ്റിംഗ് ഉണ്ടായിരുന്നത് ഭദ്രയ്ക്കായിരുന്നു. പിന്നെ റേറ്റിംഗ് നോക്കി ഞാൻ ഭദ്ര ചൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റിലുണ്ടായിരുന്നു. യൂട്യൂബിൽ അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. കാരണം അവർ ആക്റ്റീവാണ്. ഒന്നാമത് നോർമലി അതിന് മെക്കാനിക്കൽ അതിൽ വർക്ക് ചെയ്യലും അതിൻ്റെ കൂടെ തന്നെ അത് പഠിപ്പിക്കുന്ന രണ്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും പറ്റാറില്ല. ബട്ട് ഇവിടെ പണിയെടുക്കുന്ന അവരെ എത്ര കാലമായിട്ട് അതിന് എക്സ്പീരിയൻസ് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് അവരത് നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യും. ലൈക്ക് രണ്ടും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലും ഒരു മെക്കാനിക് എന്ന രീതിയിലും എന്തും ചോദിക്കാം. ഈഗോ ഇഷ്യൂസും ഇല്ല. അതുകൊണ്ട് സുഖമാണ് പഠിക്കാനും. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അത് രണ്ടും നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വേറെ കോഴ്സിന് മുമ്പ് ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ അവർക്ക് ഇതില്ല. അവർക്ക് മെക്കാനിക്കൽ ഫീൽഡിൽ വലിയതൊന്നുമില്ല. ഒരു ടീച്ചറാണ്. ടീച്ചറിന് നമുക്ക് പ്രാക്ടിക്കൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ പറ്റണമെന്നില്ല. അപ്പം രണ്ടുമുള്ള ഒരു ഇത് ഇവിടെ ഫീലാക്കി കിട്ടുന്നുണ്ട്. ഇവിടെ വർക്ക് നിരക്കാൻ വർക്കേഴ്സുമാണ്, അവർ ടീച്ചറുമാണ്. അത് എങ്ങനെ എല്ലായിടത്തും കിട്ടത്തില്ല. ഇവിടെ ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. ഞാനിപ്പോൾ പുതിയതായിട്ട് വരുന്ന പിള്ളേരോടെന്ന് പറയുന്നത് വെച്ചാൽ അവരോട് ലൈക്ക് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ആരുടെയും കീഴിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ആരുടെയും പ്രഷറിലാണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു നല്ല ഒരു ഫീൽഡാണ് ECMൻ്റെ ഫീൽഡ്. അതായത് നിങ്ങൾക്ക് ഇവിടെയും അബ്രോഡായിട്ടും പോവാം. പുറത്തൊക്കെ നല്ല വാല്യൂ ഉള്ളതാണ്. എവിടെ ചെന്നാലും ECM വലിയ വർക്ക് ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല. ഫുള്ളി പ്രൈവറ്റാണ്. നമുക്ക് തന്നെ ഫുള്ളി ചെയ്യാം. ആരുടെയും ഇതും ഉണ്ടാവില്ല. എല്ലാം ഒന്നത് ആരുടെയും കീഴിൽ പണിയെടുക്കേണ്ട എന്നുള്ളത് തന്നെ ഒരു നല്ല കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമായിട്ട് പോകാം. നല്ലൊരു ഫീൽഡാണ് ECM. എല്ലാവരും ട്രൈ ചെയ്യാം. നല്ലൊരു ഫീൽഡാണ്. ഓക്കെ. കേരളത്തിൽ അങ്ങനെ ഭയങ്കര എറണാകുളം, ട്രിവാൻഡ്രം ആ ഭാഗത്തൊക്കെ അങ്ങനെ ഉള്ളൂ. നോർമലി എല്ലായിടത്തും ഒന്നും ECM റിപ്പയറിംഗ് ടെക്നീഷ്യൻസ് അങ്ങനെ കുറവാണ്. ഭയങ്കര കുറവാണ്. നല്ല ഫീൽഡാണ്. ആരുമില്ല. അവിടെ സ്കാനിങ് വരെ വന്നിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ ടൈം ആകുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കും. ഈ ഫീൽഡ് നമുക്ക് നാട്ടിൽ ഒരു എക്സ്പേർട്ടായി മാറാം. അപ്പോൾ നല്ലൊരു ടൈമാണ്. ഇപ്പം തന്നെ ചേരുവാണെങ്കിൽ ഭാവിയിൽ നല്ലൊരു ടെക്നീഷ്യനായി മാറാം. നല്ല സീനിയർ ടെക്നീഷ്യനായി മാറാം.